അപ്പോൾ എല്ലാ വണ്ടി പ്രേമിയൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വർക്കിനായിട്ടുള്ള വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 മോഡലിൽ ഫോർച്യൂണറാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനകത്ത് നമുക്ക് ചെയ്യാനുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിയർ സ്പോട്ട് ഗ്രില്ല്, അതേപോലെ തന്നെ ഗിയർ സ്പോട്ട് ഹെഡ് ലാമ്പ്, കണക്റ്റിംഗ് ടെയിൽ ലാമ്പ്, സൈഡ് സൺ ഫിലിംസ്, പോരാത്തതിന് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു മെയിൻ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗിയർ സ്പോട്ട് ഹെഡ് ലാമ്പാണ്. അപ്പോൾ ഈ ഹെഡ് ലാമ്പിനകത്ത് നമ്മൾ സൈഡിലായിട്ട് നമ്മളൊരു യെല്ലോ ആയിട്ട് വരുന്ന റിഫ്ലക്ടർ എലമെൻറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് GR എന്നുള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പോരാത്തതിന് നമുക്ക് ഇതിനകത്ത് മുകളിൽ ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ DRLും പിന്നെ ഒരു 3 പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് LED ആയിട്ട് വരുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് വൾബോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മേടിച്ച് ആഡ് ചെയ്യേണ്ട. എല്ലാം ഡയറക്റ്റ് കപ്ലെയർ ടു കപ്ലെയർ തന്നെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ കപ്പാസിറ്ററാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഹെഡിൽ ഇൻഡിക്കേറ്റർ ഓവറായിട്ട് നല്ല സ്പീഡിന് വർക്കാവുന്നത് നിങ്ങൾ മിക്കുള്ളവർ കണ്ടിട്ടുണ്ടാകും. ആ സ്പീഡപ്പ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്ററാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡ് ലാമ്പ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു GR സ്പോട്ട് ഗ്രില്ലാണ്. അത് നമ്മൾ ഫുള്ള് ഗ്ലോസി ഫിനിഷാണ് ഈ എടുത്തിരിക്കുന്ന ഈ ഒരു GR സ്പോട്ട് ഗ്രില്ല് കേട്ടോ. ഇതിൻ്റെ മാറ്റ് ഫിനിഷും നമുക്ക് അവൈലബിൾ ആണ്. GR സ്പോട്ട് ബാഡ്ജിങ് വരും, പിന്നെ ടൊയോട്ട എന്നുള്ള ലെറ്റേഴ്സ് കാര്യങ്ങൾ വരും. ഇത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹൈക്രോസിൻ്റെ ഒക്കെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, GR സ്പോട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് കളറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു LED വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വരക്ക് നടക്കത്തുള്ള നമ്മളെ സാധാ ഗ്രില്ലൈറ്റ് LED നടക്കത്തില്ല. പക്ഷെ നല്ല വീതിയുള്ള ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് വീതി വരുന്ന ഒരു ഗ്രില്ലൈറ്റ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തെന്ന് വെച്ചാൽ കണക്റ്റിംഗ് ടെയിൽ ലാമ്പാണ്. ഇത് നമുക്ക് ക്രോമിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ബ്ലാക്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഗ്ലോസി ബ്ലാക്കിലും അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് പാർക്ക്, ബ്രേക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ളതാണ് ഇതിനകത്ത് LED വരുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വെഹിക്കിളിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ സൈഡ് ഫിലിംസും അതേപോലെ ആൻഡ്രോയിഡ് സീരീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വെഹിക്കിളിനകത്ത് വേറെ കുറച്ച് അപ്ഡേഷൻ ആയിട്ട് പുറത്തോട്ട് വരികയായിരുന്നു. അതിനകത്ത് ടയർ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വെഹിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. അതിന് മുമ്പായി നമ്മളെ വെഹിക്കിളിൻ്റെ ആ സ്റ്റോക്ക് കണ്ടീഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ ഫോർച്യൂണർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മളെ ഈ ഒരു ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഗ്രില്ല് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമ്മളെ ബാക്ക് കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ഇന്നലെ ഈ വണ്ടിക്കകത്ത് ടയർ കാര്യങ്ങളൊക്കെ വേറൊരു CEAT എന്നുള്ള ബ്രാൻഡിനാണ് ഇട്ടിരുന്നത്. ഇപ്രാവശ്യം എടുത്തിരിക്കുന്ന ടയർ എന്ന് വെച്ചാൽ എക്കോ ഹോമേര ടയറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വെഹിക്കിളിനകത്ത് ഇട്ടിരിക്കുന്ന ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 265/65/17 അതാണ് സൈസ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസിനകത്ത് മിക്കുള്ളൊരു ടയറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഫസ്റ്റ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ കാര്യങ്ങൾ റിമൂവ് ചെയ്യണം, ഗ്രില്ല് റിമൂവ് ചെയ്യണം, ഹെഡ് ലാമ്പ് ചേഞ്ച് ചെയ്യണം. അതാണ് നമ്മളെ ആദ്യ പരിപാടി കേട്ടോ. അങ്ങനെ നമ്മൾ ഫോർച്യൂണറിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മളതിനെ GR ടൈപ്പ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഫുൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ GR സ്പോട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഗ്രില്ലിനകത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ലെറ്റർ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കളർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ GR സ്പോട്ടിൻ്റെ മെറ്റൽ ലോഗോയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ നമ്മൾ ഗ്രില്ലും അതേപോലെ തന്നെ നമ്മളെ ഹെഡ് ലാമ്പ് മാത്രമാണ് ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് കൂടെ ഞാൻ വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹെഡ് ലാമ്പിനകത്ത് നമുക്ക് പ്രൊജക്ടർ മാത്രമാണ് ആ പടത്തിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഇൻക്ലൂഡിങ് ബൾബ് ഉൾപ്പെടെയാണ് വരുന്നത്. പോരാത്തതിന് ഈ ബൾബ് നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കപ്ലെയർ ടു കപ്ലെയർ ആണെങ്കിലും പക്ഷേ ഈ ടൈപ്പ് ഹെഡ് ലാമ്പ് വരുന്ന വണ്ടിക്കകത്തല്ല നമുക്ക് ഈ പിന്ന് നമുക്ക് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു സോക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഹെഡ് ലൈറ്റിനകത്ത് ആഡ് ചെയ്യാൻ. അതിന് വലിയ ടൈമോ കാര്യങ്ങളൊന്നുമില്ല, സോക്കറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമുക്കത് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കൂടെ ഒന്ന് കാണിച്ചു തരാം. വെയിറ്റ്. അപ്പോൾ നമ്മൾ പാർക്ക് ഓണാക്കാൻ നേരത്ത് നമുക്ക് സ്കാനിങ്ങോടെ വന്നതിന് ശേഷമാണ് ഈ ഒരു DRL നമുക്ക് വർക്കായി നിൽക്കുന്നത് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ ഇച്ചിരി ടൈം എടുത്ത് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ആസ്വദിച്ച് കാണാൻ സാധിക്കും. ഓഫായിട്ട് ഒരു 1 സെക്കൻഡ് ഓഫായതിനു ശേഷമായിരിക്കും ഇത് ഓണായി വരുന്നത്. പോരാത്തതിന് നമുക്ക് ഇതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ ഉണ്ടല്ലേ, മാട്രിക്സ് ഇൻഡിക്കേറ്റർ നമുക്ക് താഴത്തെ പോർഷനിലാണ് മാട്രിക്സ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ വെട്ടം നമ്മളിതാ ഈ ഒരു കാണുന്ന കണ്ടീഷൻ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ വെട്ടം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഹെഡ് ലാമ്പിൻ്റെ വെട്ടം കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിമ്മും ബ്രൈറ്റും നമുക്ക് LED തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പോരാത്തതിന് നമ്മൾ പാർക്കിനകത്താണ് നമ്മൾ ആ ഗ്രില്ലിനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു, കാര്യം നമുക്ക് ഈ ഒരു സാധനം ഡേ ടൈമിനകത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതിലോട്ട് മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഡേ ടൈമിൽ തന്നെ ഈ ഒരു ഗ്രില്ല് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, ഗ്രിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് മാറ്റിയിട്ട് നമ്മൾ DRL പകരം മാറ്റിയിട്ട് നമ്മൾ
പാർക്കിലോട്ട് മാത്രം ആഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വീഡിയോസ് കാണുന്നവർ ഈ സാധനം ഒട്ടിച്ചിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇതിനകത്ത് സിലിക്കോൺ ആഡ് ചെയ്ത് നമ്മൾ നിർത്തി. കാര്യം ഉൾവശത്തു നിന്ന് സ്ക്രൂ കൊടുത്തിട്ടാണ് ഈ ഒരു ബമ്പറിനെ ഹോൾഡ് ചെയ്തിരുന്നത് കേട്ടോ. കാര്യം അങ്ങനെ ഒരിക്കലും ചെയ്ത് വെക്കലും നമുക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. നമ്മൾ പിന്നെ ബമ്പർ വലിച്ച് പൊട്ടിക്കേണ്ടി വരും. കാര്യം ഇതിനകത്ത് കയ്യിൽ നിന്ന് കയറാൻ സ്ഥലത്തൂടെ ഏതോ നല്ലൊരു വിദഗ്ധം ചെയ്ത് വെച്ചൊരു പണിയാണ്. അത് മാറിയിട്ട് നമ്മൾ ജസ്റ്റ് സിലിക്കോൺ ആഡ് ചെയ്തിട്ടുണ്ട്. സിലിക്കോൺ ആഡ് ചെയ്തുകൊണ്ട് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കത് പറിച്ചളഞ്ഞിട്ട് വീണ്ടും സിലിക്കോൺ ആഡ് ചെയ്ത് ആ ഗ്യാപ്പ് വരാതെ തന്നെ നമുക്ക് സീൽ ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ബാക്കിൽ വേണ്ടിയിട്ട് കണക്റ്റിംഗ് ടൈൽ ലാമ്പാണ്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ പാർക്ക് ഇട്ടിട്ടുണ്ട്. പാർക്ക് ഇടാൻ നേരത്തെ നമുക്ക് ഫോർച്യൂണർ എന്ന് എഴുതിയ ഈ ഒരു ഡിക്കി ഗാർണിഷ് ലൈറ്റ് നമുക്കൊരു സ്കാനിങ്ങോട് കൂടിയിട്ടാണ് ഇതും വർക്ക് ആവുന്നത്. പോരാതെ തന്നെ ഇതിനകത്ത് നമുക്ക് ബ്രേക്കും കൂടെ വരുന്നുണ്ട്. ബ്രേക്ക് നമുക്ക് വൈറ്റ് കളറല്ല, റെഡ് കളർ തന്നെയാണ് ബ്രേക്കും വരുന്നത്. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അശ്വിനെ ബ്രേക്ക് ഔട്ട് മുത്തേ. ബ്രേക്ക് വിട്ടാൻ നേരത്ത് നമുക്ക് ആ ഒരു റെഡ് പോർഷൻ തന്നെ ആയിരിക്കും. വൈറ്റ് ലൈറ്റ് മാറി റെഡ് ലൈറ്റ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ആഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും വർക്കുകൾ മാത്രമാണ് ഇതിനകത്ത് ചെയ്തത്. നേരത്തെ നമ്മൾ ഇതിനകത്ത് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് കൂടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, പിന്നെ ഒരു കാർബൺ സ്റ്റിയറിംഗ് കവർ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പ് ആയാലും ഗ്രില്ലായാലും വേണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മളെ പോളോറോ വർക്കും ബാക്കി കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ.